ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴും സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ വസ്തുക്കൾക്കുള്ള ക്ഷാമം തുടരുകയാണ്. മുൻ വർഷങ്ങളിൽ ഒരാഴ്ച മുൻപ് ക്രിസ്മസ് ചന്തകൾ സജീവമായിരുന്നെങ്കിലും ഇത്തവണത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ക്രിസ്മസിന് ശേഷം മാത്രമേ സബ്സിഡി സാധനങ്ങൾ എത്തിച്ചേരുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ക്രിസ്മസ് കാലത്ത് സപ്ലൈകോയെ വലച്ചു. സബ്സിഡി സാധനങ്ങൾ ഒന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ല. ക്രിസ്മസിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പൊതുവിപണിയിൽ നിന്ന് വൻ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് പൊതുജനം. സപ്ലൈകോ സാധനമില്ലാത്തത് കൊണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉപ്പായാലും മുളകായാലും കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നുമില്ല. അരി തന്നെ കഷ്ടിച്ച. ഞാൻ സപ്ലൈകോയിൽ പോയില്ല, സാധനമില്ലെന്ന് മനസ്സിലായി പോയില്ല. കാരണം ഇപ്പം അവിടെ പോയി മെനക്കെടുന്ന സമയം കൊണ്ട് വെളിയിൽ നിന്നൊരു സാധനം വാങ്ങുന്ന സൗകര്യം. കൊല്ലത്ത് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഔട്ട്ലെറ്റിന് മുന്നിൽ കപ്പ പുഴുങ്ങി പ്രതിഷേധിച്ചു. ഇവിടെ സപ്ലൈകോയിൽ ആകെയുള്ളത് ചെറുപയർ, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, മല്ലി എന്നിവ മാത്രമാണ്. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ സപ്ലൈകോയുടെ 9 ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങളില്ല. ക്രിസ്മസ് ചന്തകൾ തുറക്കുന്നത് സംബന്ധിച്ച് താലൂക്കുകളിലെ സപ്ലൈകോ ജീവനക്കാർക്ക് അറിയിപ്പ് പോലും ലഭിച്ചിട്ടില്ല. സാധനങ്ങൾ എത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്ന് പത്തനംതിട്ട സപ്ലൈകോ അധികൃതർ അറിയിച്ചു. ചേസ് ഓർഡറായി 3 ദിവസത്തിന് ശേഷമേ ഇവിടെ ലോഡ് എത്തുകയുള്ളെന്ന് അവർ അറിയിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലോഡ് കയറി വരുമ്പോൾ ഇത്രയും താമസം എടുക്കും. ആ ഒരു സമയബന്ധിതം കൊണ്ട് സാധനങ്ങൾ നമുക്ക് എന്തുവേലും ഈ അടുത്ത ആഴ്ചത്തേക്ക് എല്ലാ സാധനങ്ങളും എത്തും. മുൻവർഷങ്ങളിൽ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പേ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സജീവമാകുമായിരുന്നു. പുതുവത്സരത്തിന് മുമ്പ് സബ്സിഡി സാധനങ്ങൾ എത്തിയേക്കും എന്ന് മാത്രമാണ് സപ്ലൈകോ അധികൃതർ അറിയിക്കുന്നത്. റിപ്പോർട്ടർ, കൊല്ലം, പത്തനംതിട്ട.